Hi everyone, welcome back. ഇന്ന് നമ്മൾ ഒരു പ്ലാന്റഡ് ടാങ്കിൽ CO2 എങ്ങനെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കുള്ള സംശയമാണ് അത് CO2 എത്ര ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ CO2 സിസ്റ്റം വാങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്സ് നമുക്ക് വാങ്ങേണ്ടതെന്നുള്ള കാര്യത്തിൽ, പിന്നെ അല്ലാണ്ട് പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് CO2 എത്ര ഇഞ്ചെക്ട് ചെയ്യണം, പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ മിസ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് CO2 സിലിണ്ടർ 3 kgയുടെ 2 to 3 kg ഒക്കെ മതിയാകും കേട്ടോ. ഇപ്പോൾ CO2 സിലിണ്ടർ ഒരു പ്രാവശ്യം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 year ഒക്കെ വരെ എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഞാനൊരു 1.5 feet ടാങ്കിലാണ് ഞാൻ അത് യൂസ് ചെയ്യാറ്. അപ്പോൾ ആദ്യമായിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ക്യാഷേ ഉള്ളൂ. പിന്നീട് അത് റീഫിൽ ചെയ്യാൻ ഒരു ഏകദേശം ഒരു 500 to 800 റേഞ്ചൊക്കെ ഉള്ളൂ. പിന്നെ ഇത് റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 to 10 months വരെയൊക്കെ ഇത് നിൽക്കും. എന്തൊക്കെ സെറ്റ് ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ CO2 regulator, ട്യൂബിംഗ്, ചെക്ക് വാൾവ്, ബബിൾ കൗണ്ടർ, പിന്നെ CO2 ഡിഫ്യൂസർ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ റെഗുലേറ്റർ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലൊരു ടെഫ്ലോൺ ടാപ്പ് നമ്മൾ ഒന്ന് ചുറ്റി വെച്ചാൽ മാത്രം മതി. ഒരു രണ്ടോ അല്ലെങ്കിൽ 3 പ്രാവശ്യം കൊണ്ട് റോൾ ചെയ്താൽ മാത്രം മതിയാകും. ഇപ്പോൾ ഇതെന്തിനാ വെച്ചാൽ റെഗുലേറ്ററിന് ഗ്യാസ് ലീക്ക് ആവാതിരിക്കാനും നന്നായിട്ട് ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെഫ്ലോൺ ടേപ്പ് യൂസ് ചെയ്യുന്നത്. ഡുവൽ ഗേജ് റെഗുലേറ്റർ ആണ്. ഒരു CO2 സിലിണ്ടറിൽ ഏകദേശം ഒരു 1000 PSI പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് ടാങ്കിൽ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് 30 to 40 PSI എത്തിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഒരു ഡുവൽ ഗേജിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രഷർ അതിൽ കാണും. അപ്പോൾ സിംഗിൾ ഗേജാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ റെഗുലേറ്ററിൽ ഔട്ട്പുട്ട് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഒരു ഒറ്റ ഗേജായിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഭാഗമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇത് സോളിനോയിഡ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യാണ്. അത് പിന്നീട് കണക്ട് ചെയ്താൽ മതി. സ്ക്രൂ ഊരിയിട്ട് പതുക്കെ റിമൂവ് ചെയ്താൽ മതി. നമ്മൾ കണക്ട് ചെയ്യുകയാണേ. ഇനി നമുക്കൊരു പൈപ്പ് ഫ്രാഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അധികം ടൈറ്റ് ചെയ്യരുത്, കാരണം അതിലുള്ള ഗ്യാസ്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ആകും. അപ്പം ഒരു മീഡിയം രീതിയിൽ ടൈറ്റ് ചെയ്താൽ മതി. ഈ റെഗുലേറ്ററിൻ്റെ കൂടെ ബബിൾ കൗണ്ടറും കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിലുള്ള CO2 ഡിഫ്യൂസർ 2-in-1 ആണ്. അതിൽ ബബിൾ കൗണ്ടറും കൂടി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളിത് കണക്ട് ചെയ്താൽ മതി. ഇപ്പം CO2 ഡിഫ്യൂസർ ഫൈൻ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്യൂസർ ആണെങ്കിൽ നന്നായിട്ട് CO2 ടാങ്കിൽ മിക്സ് ആകും. ഇനി നമ്മൾ ആ ട്യൂബ് റെഗുലേറ്ററായിട്ട് കണക്ട് ചെയ്യാൻ പോവാം. ട്യൂബിൻ്റെ വേറൊരു എൻഡിൽ നമ്മൾ ചെക്ക് വാൽവ് കണക്ട് ചെയ്യുന്നു. ചെക്ക് വാൽവ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് എയർ ബ്ലോ ചെയ്ത് കൊടുത്തിട്ട് നോക്കിയാൽ മതിയാവും. ഇനി ഇതിൽ എന്തിനാണ് നമ്മൾ ചെക്ക് വാൽവ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ സെറ്റ് ചെയ്ത അക്യൂറത്തിൽ വെള്ളമൊക്കെ നമ്മൾ സിലിണ്ടറിൽ തിരിച്ച് വരും, റിട്ടേൺ ചെയ്ത് വരും. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ റെഗുലേറ്റർ ഡാമേജ് ആവും. അപ്പം അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് വാൽവ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റേ എൻഡിൽ നമ്മൾ CO2 ഡിഫ്യൂസർ ആഡ് ചെയ്യാം. ഇനി ഞാൻ CO2 ഡിഫ്യൂസർ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് അതിലേക്ക് വെള്ളം നിറയ്ക്കുന്നത്. എന്തിനാ വെച്ചാൽ ബബിൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം നിറയ്ക്കുന്നത്. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
ഓക്കെ, നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ അക്വേറിയത്തിലേക്ക് CO2 കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിനി CO2 സിലിണ്ടർ ഓൺ ചെയ്യാൻ പോവുകയാണ്. CO2 അഡ്ജസ്റ്റ് ചെയ്യുന്ന നീഡിൽ വാൽവാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ CO2 ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള സോളിനോയിഡ് കറണ്ടിൽ കുത്തി വയ്ക്കാൻ പോവുകയാണ്. എല്ലാ റെഗുലേറ്ററിലും സോളിനോയിഡ് ഉണ്ടായിരിക്കണം എന്നില്ല. ഇനി സോളിനോയിഡുള്ള റെഗുലേറ്റർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സിലിണ്ടറിൻ്റെ നോബ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ സോളിനോയിഡ് നമുക്ക് ഓൺ ഓഫ് ചെയ്താൽ മാത്രം മതിയാകും. ഇനി നമ്മളിനി നീഡിൽ വാൽവ് വന്നിട്ട് ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമ്മളതിൽ ഡിഫ്യൂസറിൽ 1 ബബിൾ പെർ സെക്കൻഡ് എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ ആയതിന് ശേഷം CO2 വരുള്ളൂ. എന്നിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1 ബബിൾ പെർ സെക്കൻഡ് എന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ CO2 ഓപ്പൺ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 7 to 8 മണിക്കൂറൊക്കെയാണല്ലോ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത് വെക്കാറ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ CO2 സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന 1 മണിക്കൂർ മുമ്പ് തന്നെ CO2 സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ടൈമിലാണ് CO2 ഓപ്പൺ ചെയ്തതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റ് ടാങ്കിൽ നമ്മൾ CO2 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ CO2യുടെ ലെവലാണ്. നമ്മളത് കൂടാനോ കുറയാനോ പാടില്ല. അപ്പം നമ്മൾ CO2യുടെ ലെവൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷസിനും ഷ്രിംസിനും ബാധിക്കും. അത് രണ്ടും ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഗ്രോത്തിന് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആൽഗേസ് ഒക്കെ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെയാണെങ്കിൽ ഇതിപ്പം നമ്മൾ ചില ടാങ്കിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് നമ്മുടെ ഫിഷസൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് വന്നിട്ട് ജസ്റ്റ് ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കും. അതൊരു സൈനാണ്. എന്താ വെച്ചാൽ അത് CO2യുടെ ലെവൽ കൂടുതലാണെന്ന് അറിയിക്കുന്ന ഒരു സൈനാണ്. ആ സമയത്ത് നമ്മൾ CO2 ഓഫ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. എന്നിട്ട് നമ്മൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം. കൂടാനോ കുറയാനോ അല്ലാണ്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ നമ്മൾ വേണ്ടത്. ഏകദേശം ഒരു 1.5 feet അല്ലെങ്കിൽ 2 feet ഉള്ള ടാങ്കിനൊക്കെ 1 ബബിൾ പെർ സെക്കൻഡ് ആണ് നമ്മൾ വേണ്ടത്. അപ്പം നമ്മൾ സാധാ ടാങ്കിൽ നമുക്ക് ബബിൾ ചെക്കർ ഉണ്ട്. ആ ചെക്കറിൽ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതൊരു പ്രോപ്പറായിട്ട് ഒരു ഏകദേശം ഒരു വാല്യൂ ആണ് നമുക്കത് കിട്ടുക. ശരിക്കും നമുക്കത് മെഷർ ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ CO2 ഡ്രോപ്പ് ചെക്കർ എന്ന് പറയുന്നത്. ഇതാണ് ആ സാധനം. ഇത് pHന്റെ ലിക്വിഡാണ്. ഈ ലിക്വിഡ് ഇതിലിടുക ചെയ്യേണ്ടത്. ഇതിട്ടിട്ട് നമ്മൾ അക്വേറിയത്തിൽ വെക്കുക ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ഇതിൻ്റെ ഭാഗത്തോളം നമ്മൾ pH സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെർട്ടിക്കലായിട്ട് നമ്മൾ അക്വേറിയത്തിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിനി അക്വേറിയത്തിലേക്ക് അതേ പൊസിഷനിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ബ്ലൂ കളറിലാണ് അത് കാണുന്നത്. ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ലോ CO2 ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളത് വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമേ കളർ ചേഞ്ച് ആവുള്ളൂ. കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ശരിക്കും അത് ഗ്രീൻ ആയിട്ട് വരണം. ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് CO2 കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ്, അല്ല മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് അറിയിക്കുകയാണ്. ഇൻ കേസ് അത് യെല്ലോ ആവുകയാണെങ്കിൽ നമ്മളത് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്, CO2 കൂടുതൽ കൊടുത്തിരിക്കുന്നതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നീഡിൽ വാൽവിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ഗ്രീനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. എൻ്റേത് ഗ്രീനിൽ വന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിനി മെയിൻ്റനൻസിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ CO2 ഡിഫ്യൂസറിലൊക്കെ കുറേ കഴിഞ്ഞാലൊക്കെ ആൽഗേസ് ഒക്കെ ഫോം ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ബബിൾസിൻ്റെ സൈസ് മാറും, കുറച്ച് വലിയ ബബിൾസ് ഫോം ആകാൻ തുടങ്ങും. ഇപ്പോൾ CO2ൻ്റെ എഫക്റ്റ് കുറയും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിതെടുത്ത് ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വാഷർ എടുത്ത് കളയണം. എന്നിട്ട് സെറാമിക് ഡിസ്ക് മാത്രം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് വേണ്ടത്. വെള്ളത്തിൽ നമ്മൾ ഒന്നെങ്കിൽ ബ്ലീച്ചിങ് വാട്ടറോ അല്ലെങ്കിൽ റിൻ ഫാബ്രിക് വൈറ്റ്നറോ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇതിൽ ഫാബ്രിക് വൈറ്റ്നറാണ് ഉപയോഗിക്കുന്നത്. അത് വെള്ളത്തിൽ ഒരു 2-3 ഡ്രോപ്സ് ഉറ്റിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ 1 മണിക്കൂർ നമ്മൾ സെറാമിക് ഡിസ്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ 1 മണിക്കൂറിന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വയ്ക്കാം നമുക്കത്. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഇപ്പം മൊത്തം CO2 സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിന് മാത്രം ഒരു 4000 റേഞ്ചൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ റെഗുലേറ്ററിന് ഒരു 5000 to 6000 റേഞ്ച് വരും. നമ്മളിപ്പോൾ ഡിഫ്യൂസറിനാണെങ്കിൽ ഒരു 600-700 റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളൊരു CO2 ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഏത് പ്ലാന്റ്സും നന്നായിട്ട് ഗ്രോ ആവും. അതുപോലെ തന്നെ നമുക്ക് ആ പേളിങ് എഫക്റ്റൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ അക്വേറിയം ഹോബിയിൽ തന്നെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ആയിരിക്കും ഇത്. അപ്പോൾ മൊത്തത്തിലൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 10,000 to 15,000 ഒക്കെ ആകും. പക്ഷേ ആദ്യത്തെ ഒരു സെറ്റപ്പിനാണ് നമുക്ക് ഇത്ര എമൗണ്ട് വരുന്നത്. പിന്നീട് നമ്മളിപ്പം റീഫിൽ ചെയ്യാനൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റീഫിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു 800 ആ റേഞ്ചൊക്കെ എന്തായാലും വരുള്ളൂ. നിങ്ങൾക്കപ്പം ഇത്രയാണ് നമ്മുടെ CO2 സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്രയാണുള്ളത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.